ഹലോ. സോ ഫണ്ടഡ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ട്രേഡ് തന്നെ ലോസ് ആയിരുന്നു. എല്ലാ സെറ്റപ്പും ക്ലിയർ ആയിരുന്നു. എൻ്റെ ചെക്ക് ലിസ്റ്റ് എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത് കയറിയത്. ആൻഡ് ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. സോ ആ ലോസിനെ എനിക്ക് വലിയതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ ഫോളോ ചെയ്തു. ആൻഡ് റിസ്ക് മാനേജ്ഡ് ആയിരുന്നു. ആൻഡ് ഓൾസോ അതെൻ്റെ നേരെ തിരികെ അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ലൂസേഴ്സിനെ കട്ട് ചെയ്തു. സോ ഒരു $15 ലൂസ് ചെയ്യേണ്ടി വരെ ഒരു $12, നിയർലി $12 ആണ് ലൂസ് ചെയ്യേണ്ടി വന്നത് ആ ട്രേഡിനകത്ത്. സോ യെസ്, അതാണെന്നു ആ ട്രേഡ്. ഞാനപ്പോൾ അതിൻ്റെ റീക്യാപ്പായിട്ട് കാണിക്കാൻ നടത്തു. സോ ഇതായിരുന്നു എൻ്റെ ട്രേഡ്. ഞാൻ 3 മിനിറ്റിലാണ് എൻട്രി എടുത്തത്. സോ ഇവിടെ നമുക്കൊരു SMT ഉണ്ടായിരുന്നു സിൽവറുമായിട്ട്. ഇവിടെ നമുക്കൊരു SMT ആൻഡ് ഓൾസോ ഈ ഒരു റേഞ്ചിൻ്റെ ഡിസ്കൗണ്ടിനകത്ത് വന്നിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. സോ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് നോക്കിയാൽ ഇതുണ്ടോ, ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയിലേക്ക് പ്രൈസ് വന്നിട്ട് റിജക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. ഒരു സെക്കൻഡ്. സോ അത് റിജക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. നമ്മളിവിടെ ബ്രേക്കർ വരച്ചിട്ടു, പക്ഷെ അത് റെസ്പെക്ട് ചെയ്തില്ല. പ്രൈസ് അവിടുന്ന് കൺസോളിഡേറ്റ് ചെയ്തു. ആൻഡ് സിൽവർ ഇവിടെ നിന്ന് ഒരു SMT താഴത്തേക്ക് ക്രിയേറ്റ് ചെയ്തു കുറച്ച് നേരത്തെ. ഡോളറിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം തന്നെ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഡോളർ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്ക് മൂവ് ചെയ്യുന്നുള്ള ബയസിൽ തന്നെയായിരുന്നു. ആൻഡ് ഡോളർ നല്ല രീതിയിൽ ക്വിക്കായിട്ട് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഗോൾഡ് അവിടെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം ഡോളർ താഴെ ചെന്നിട്ട് ഒരു റീട്രേസ്മെൻറ്റ് എടുത്ത സമയത്താണ് ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് എടുത്തു. സോ ഇത് നോക്കാം. സോ ഞാൻ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തിരുന്നത്. ഈ ഡോളർ ഇവിടുന്ന് മേളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ റീട്രേസ്മെൻറ്റ് എടുത്തപ്പം നമ്മൾ ആക്ച്വലി മൊത്തത്തോടെ മേളിലേക്ക് പോകുമായിരുന്നു. ഇപ്പോഴും പ്രൈസ് മൂവ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഡ്രോ ഇത്രയേ ഉള്ളൂ. നേഷൻ ഹൈ വരെ എടുത്താൽ മതി എന്നുള്ള രീതിയിൽ എടുക്കുമായിരുന്നു. 180 പിപ്സ് ഉണ്ടത്. ആൻഡ് 1:2.7 RR ആണ്. ഞാൻ 3 വെക്കണ്ട എന്നോർത്തിരിക്കുക. സോ 3 ഫോക്കസ് ചെയ്തില്ല. ഈ ഒരു ഹൈ മാത്രം, ഏഷ്യൻ ഹൈ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളായിരുന്നു. ആൻഡ് ബയസ് എല്ലാം കറക്റ്റാണ്. പിന്നെ ഇതിവിടുന്ന് മൂവ് ചെയ്ത് താഴത്തേക്ക് കുറച്ച് തുടങ്ങിയപ്പം ഇവിടെ ഈക്വൽ ഹൈസ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അത് റിജക്റ്റ് ചെയ്യുമായിരിക്കും എന്ന് ഓർത്തു. ആൻഡ് ഓൾസോ ഈ ഒരു റേഞ്ചിൻ്റെ ഈ മേലേക്ക് ചെറുതായിട്ട് മൂവ് ചെയ്ത റേഞ്ചിൻ്റെ OT വന്നിട്ടാണ് റിജക്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഓർത്ത് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യുമായിരിക്കും എന്ന് ഓർത്ത്, ബട്ട് ചെയ്തില്ല. അത് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യുന്നത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഏരിയ ആയപ്പോഴത്തേനും ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്തു. സോ ഒരു $3 അവിടെ ലാഭിക്കാൻ പറ്റി, അത്രേ പറ്റിയുള്ളൂ. ബട്ട് എനിവേ ലോസിലാണ് നമ്മളത് ക്ലോസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇറക്കിയതിന് ശേഷം, നമ്മൾ ഇറക്കാൻ വേണ്ടി വന്ന രീതിയിൽ അത് വന്ന് ഇറക്കിയതിന് ശേഷം ഈ ഒരു റേഞ്ചിൻ്റെ താഴെ നിന്ന് മുകളിലേക്കുള്ള റേഞ്ചിൻ്റെ ഇക്വിലിബ്രിയം ടാപ്പിൻ ചെയ്ത ഉടനെ പ്രൈസ് റിജക്റ്റ് ചെയ്തു. രണ്ടാമതൊരു എൻട്രി നമുക്കില്ല ഇതിനകത്ത്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസം ഒരു ട്രേഡ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ കയറി വന്നത്. സോ രാവിലെ എൻട്രി എടുത്തൊന്നുമില്ല. സോ ഇവിടെ വന്നു, ഇത് റിജക്റ്റ് ചെയ്തു. ഇവിടെ 3 മിനിറ്റിൻ്റെ ഇവിടെ മാത്രമേ ഒരു റിട്ടേൺ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രൈസ് നല്ല ബുള്ളിഷായിട്ട് പോയത്. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റീട്രേസ്മെൻറ്റ് എടുക്കാൻ പോലും താഴോട്ട് വന്നിട്ടില്ല. പടപടപടാന്ന് മേളിലേക്ക് പോയിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു താഴേന്ന് മൂവ് ചെയ്തത് ഒരു 400 പിപ്സാണ് മൂവ് ചെയ്തത്. ഹൗ ക്രേസി ദാറ്റ് ഈസ്. നല്ല മാർക്കറ്റാണ്. എൻട്രീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരും. സോ ഇന്നത് ഫേവറബിൾ ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഇനിയുണ്ട്. സോ ഞാൻ 2 ദിവസം കൂടെ ഈ ആഴ്ച ഞാൻ ഈ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇനി നാളെയും നാളത്തെയും ട്രേഡ് ഉണ്ട്. പിന്നെ ഫ്രൈഡേ NFPക്ക് ശേഷം ഒരു ട്രേഡ് ഉണ്ട്. അത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ NFPക്ക് ശേഷം ഞാൻ കയറത്തുള്ളൂ. പിന്നെ ഞാൻ എന്തെങ്കിലും ബിസി ആണെങ്കിൽ ഞാൻ ആ ദിവസം സ്കിപ്പ് ചെയ്യാൻ കൂടെ ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ. സോ എനിവേ, അൺഫോർച്ചുനേറ്റ് ദാറ്റ് വി ഡിൻ ഗെറ്റ് എ ഗുഡ് ട്രേഡ്. സെറ്റപ്പ് എല്ലാം ഫോളോഡ് ആണ്. സോ ചെക്ക് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആണ്. ഇവിടെ നമുക്ക് SMT ഉണ്ട്. ഇവിടെ നിന്നൊരു ചേഞ്ചിങ് സ്റ്റേറ്റ് മേലിലേക്ക് തന്നിട്ടുണ്ട്. വിത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ 3 മിനിറ്റ് ഇൻവേർഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. 1 മിനിറ്റിലും ഇൻവേർഷൻ ഉണ്ടെന്ന് തോന്നുന്നു. 1 മിനിറ്റിലും ഇൻവേർഷൻ ഉണ്ട്. സോ സെറ്റപ്പ് എല്ലാം ഫോളോഡ് ആണ്. അതുകൊണ്ട് തന്നെ എൻട്രീസ് എടുത്തു. വർക്കൗട്ട് ആയില്ല. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതലായിട്ട് സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കും. അത് ഞാൻ താഴത്തേക്ക് എൻട്രി എടുക്കാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ ഈ 5 മിനിറ്റ് പ്രോപ്പറായിട്ട് താഴത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്തില്ല. ആൻഡ് ഓൾസോ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ഒരു SMTയും കൂടെ സിൽവർ ഫോം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് തിരിയാനുള്ള ചാൻസ് ആണ്. അങ്ങനെയാണ് ഞാൻ ബയസ് സ്വിച്ച് ചെയ്യുന്നത്. ആൻഡ് ആക്ച്വലി ഇറ്റ് വാസ് കറക്റ്റ്. ഇപ്പോഴും നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. എനിവേ, നമുക്കിനി ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് കയറാനില്ല. അതുകൊണ്ട് ക്ലോസിങ് ദ ചാർട്ട്സ്. സോ ബൈ ഗൈസ്, ദിസ് ഇസ് ദ അനാലിസിസ്. എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ സോ ഫോളോ ദ പ്ലാൻ ആൻഡ് ട്രേഡ്. അത് വർക്കൗട്ട് ആയില്ലെങ്കിലും ഉണ്ടെങ്കിലും ദാറ്റ്സ് ഓക്കെ. കാരണം 100% വിന്നിങ് സ്ട്രാറ്റജീസ് ഒന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സിസ്റ്റ് ചെയ്യാത്ത സംഭവത്തെ ഓർത്ത് വറിയായിട്ട് കാര്യമില്ല. സോ വാട്ട്
എന്ത് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുക. വർക്ക് ചെയ്തില്ലെങ്കിൽ ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചാർട്ട് ആൻഡ് ഗോ. സോ ബൈ, നാളെ കാണാം.